ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് കുഞ്ഞുമണി ഒരു ദിവസം എന്തൊക്കെ കഴിച്ചെന്ന് നോക്കിയാലോ? രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. എണീറ്റപ്പോഴേ അച്ഛനെ കണ്ട സന്തോഷം കേട്ടോ. കുറേ നേരം എൻ്റെ കയ്യിലിരുന്നു. അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ വന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് പല്ല് തേക്കുന്നതും സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്നതും. ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ രാവിലെ അവളുടെ അടുത്ത് നിന്ന് എണീറ്റ് പോയാലും അവൾ ഉണരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ പല്ല് തേക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നു. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റ് അത്രയും നേരം ഇരിക്കത്തുള്ളൂ. പിന്നെ ഫുൾ ടൈം എൻ്റെ ഒക്കത്തായിരിക്കും. ഈ ഒരു ഞെക്കുന്ന സാധനം, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അത് വെച്ചും കുറച്ച് നേരം കളിക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്കത്. ആ ബബിൾ ഞെക്കി താഴെയാക്കാൻ വേണ്ടി. പിന്നെ അവൾ 8:30 ആയപ്പോഴാണ് എണീറ്റത്. അന്നേരം ഞാൻ അവളെ ഫീഡ് ചെയ്തായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9:30-ക്കാണ് കൊടുത്തത്. ഇന്ന് ഇഡ്ഡലിയായിരുന്നു. ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അവൾക്ക് ഇഷ്ടമാണ് ഇഡ്ഡലിയും ദോശയുമാണ് അവൾക്ക് രാവിലെ കഴിക്കാൻ ഇഷ്ടം. വേറൊന്നും അപ്പമൊന്നും ഇഷ്ടമില്ല, പുട്ട് ഇഷ്ടമില്ല. പക്ഷേ ഇഡ്ഡലിയും ദോശയും കഴിച്ചോളും. അവൾക്ക് ആ രണ്ട് സാധനവും നമ്മളിങ്ങനെ പിച്ചി കൈ കൊടുത്താൽ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പിച്ചി പാത്രത്തിലിട്ട് കൊടുത്താൽ അത് കളിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, കഴിക്കത്തില്ല. നമ്മളിങ്ങനെ കൈ കൊടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കഴിച്ചോളും കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഒരുപാടൊന്നും കഴിക്കത്തില്ല, ക്വാണ്ടിറ്റി കുറച്ചേ കഴിക്കത്തുള്ളൂ. ഞാൻ നിർബന്ധിക്കത്തുമില്ല. കുത്തിക്കയറ്റി കൊച്ചിന് ഞാൻ കൊടുക്കത്തേയില്ല. അവൾക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്രയും മാത്രമേ കൊടുക്കത്തുള്ളൂ. കണ്ടോ, ഇഡ്ഡലിയിൽ ഇത്രയേ കഴിച്ചുള്ളൂ, മതി. അവൾക്ക് ആവശ്യത്തിന് അവൾ കഴിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നല്ലപോലെ വെള്ളം കൊടുക്കും കേട്ടോ. വെള്ളം ഞാൻ ഫുഡിൻ്റെ ഇടയ്ക്ക് കൊടുക്കാതിരിക്കാൻ പരമാവധി നോക്കും. വെള്ളം കണ്ട അവൾ വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ, ഫുഡ് ഇച്ചിരി പോലും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ പരമാവധി എരിവ് കുറച്ച് വെള്ളം കാണിക്കാതൊക്കെ വെച്ച് കഴിക്കാൻ നോക്കും കേട്ടോ. കുറച്ചൊക്കെ വെള്ളം കുടിക്കും. പിന്നെ ഫുള്ള് കളിയാണ്. അത് ഫുള്ള് അവിടെ തുറന്ന് മൊത്തം ഒഴിച്ച് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതിലൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ വലിയ വഴക്കൊന്നും പറയാറില്ല കേട്ടോ. കുഞ്ഞല്ലേ, അവരും കളിച്ച് വളരട്ടെ അല്ലേ. ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ക്ലീൻ ചെയ്യൽ പരിപാടിയുണ്ട്. അതാണ് ടാസ്ക്. പിന്നെ രസമല്ലേ, അവിടെ കിടന്ന് കളിക്കട്ടെ എന്ന് ഞാനും ചിന്തിച്ചു. 9:30-ക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് 10 മണി വരെ അതും കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്തെങ്കിലും ഒരു ജ്യൂസ് കൊടുക്കും. ഇന്ന് അനാറായിരുന്നു. അതും ഒരു ഇച്ചിരിയേ കൊടുക്കത്തുള്ളൂ. എൻ്റെ കയ്യിൽ ഒരു പിടി ഇതെടുത്താണ് ജ്യൂസ് അടിച്ചത്. മധുരം ഒന്നും ഇടത്തില്ല, വെള്ളവും ചേർക്കത്തില്ല കേട്ടോ. അതിനകത്തൊരു 4-5 സ്പൂൺ കാണും. വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് അത് മസ്റ്റായിട്ട് കുടിപ്പിക്കും കേട്ടോ. അത് കുടിച്ചതിൻ്റെ ഇതാണ് മുഖത്തൊക്കെ കാണുന്നത്. ക്യാമറയിൽ അത്ര ഇതായിട്ട് അറിയത്തില്ല കേട്ടോ, ഫുള്ള് കളറായിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴത്തേന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഒരു 1 മണി ആകാറായി കേട്ടോ ലഞ്ച് കൊടുത്തപ്പം. ചോറും പരിപ്പും ചീരത്തോരനും മീനുമായിരുന്നു. ഞാൻ എന്തേലും ഇതുപോലെ ധാന്യങ്ങൾ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ നോക്കും. ചെറുപയർ, വൻപയർ, പരിപ്പ്, അങ്ങനെ എന്തേലും. പിന്നെ മീനും കാണും കേട്ടോ. കുഞ്ഞുമണിക്ക് മുട്ട കഴിക്കുമ്പോഴത്തേന് ഛർദ്ദിലാണ് ഫുള്ള്. അതുകൊണ്ട് മുട്ട കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം ഞാൻ മീൻ കൊടുക്കും. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇലക്കറി എന്തെങ്കിലും കൊടുക്കാൻ നോക്കും. ഇന്ന് ചീര ഉള്ളതുകൊണ്ട് ചീര വെച്ചു. അല്ലെങ്കിൽ അഥവാ ഇലക്കറി ഒന്നും ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യും കേട്ടോ. അവിയൽ അവൾക്ക് ഇഷ്ടമാണ്. അവിയലും സാമ്പാറും ഇഷ്ടമാണ്. എന്തായാലും അതും ഒരുപാടൊന്നും കഴിച്ചില്ല, ഇച്ചിരിയേ കഴിച്ചുള്ളൂ. അത് ഞാൻ നിർബന്ധിച്ചില്ല കേട്ടോ. വെള്ളം കൊടുക്കും, നല്ലപോലെ വെള്ളം കുടിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേന് കുഞ്ഞുമണി ഉറങ്ങിയായിരുന്നു. 3:30 ആയപ്പോഴാണ് എണീറ്റത്. പിന്നെ 3:45 ആയപ്പോഴത്തേന് ഞാൻ റാഗിയുടെ കുറുക്കിനകത്ത് എപ്പോഴും ഞാൻ നെയ്യ് ആഡ് ചെയ്യും. ഒരു ദിവസം ഞാൻ നെയ്യും കൊടുക്കും. ഒന്നെങ്കിൽ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കുറുക്കിൻ്റെ കൂടെ ആഡ് ചെയ്താണ് നെയ്യ് കൊടുക്കുന്നത്. റാഗിയുടെ കുറുക്ക്, കായ്, മറ്റേ കൂവപ്പൊടി, ഞവര അരിയുടെ കുറുക്ക്, ഇതൊക്കെയാണ് ഞാൻ കുറുക്ക് ഐറ്റംസിൽ കൊടുക്കുന്നത്. പിന്നെ അമൃതം പൊടിയുടെ കുറുക്ക് അവൾ എന്ത് ചെയ്താൽ കഴിക്കത്തില്ല കേട്ടോ. ഇതും വലിയ താല്പര്യമില്ല. ആദ്യം എല്ലാത്തിനോടും ഞങ്ങൾക്ക് വിയോജിപ്പാണ്. തലയിങ്ങനെ കുലുക്കും. പിന്നെ 2-3 സ്പൂണൊക്കെ കഴിക്കും, അത്രയേ ഉള്ളൂ. റാഗി ഇതുപോലെ ഞാൻ പൗഡറായിട്ടും കൊടുക്കും. ഇന്ന് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചതിൻ്റെ പാലെടുത്താണ് കുറുക്കാക്കിയത്. ഇല്ലെങ്കിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കും. മുളപ്പിച്ച റാഗി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കും കേട്ടോ. ഇന്ന് കൊടുത്ത സാധനം നാളെ കൊടുക്കത്തില്ല, വേറെ ടേസ്റ്റുള്ള എന്തെങ്കിലും കൊടുക്കും. അതും ഒരു മേളാങ്കമൊക്കെ കഴിഞ്ഞിട്ട് കാലൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് നോക്കി ഫുള്ള് കളിയാണ്. പിന്നെ ഞാനൊന്ന് സ്ഥലം മാറ്റി കേട്ടോ. സ്ഥലം മാറ്റിയപ്പം 2-3 സ്പൂണും കൂടെ കഴിച്ചു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇത് ഞാൻ കഴിക്കാൻ വേണ്ടി നെയ്യ് വാട്ടിയതാണ്. അപ്പോൾ അവൾ വന്നുകൊണ്ട് അതിൽ നിന്നൊരു 1-2 സ്പൂണല്ല 1-2 പീസ് അവളും കഴിച്ചു കേട്ടോ. എല്ലാം അവളുടെ കൈ കൊടുക്കുവാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കഴിക്കാൻ.
2 വായേ കഴിക്കത്തുള്ളൂ, എന്നാലും ആട്ടെ, പഴമല്ലേ. അല്ലാതെ അവൾ ഏത്തപ്പഴം കഴിക്കത്തില്ല, ഭയങ്കര മടിയാണ്. ചെറുപഴം കഴിക്കും, പക്ഷേ ഏത്തപ്പഴം ഇഷ്ടമല്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവളുടെ കളി സമയമാണ്. ഇതിൽ ഞാൻ ഇങ്ങനെ കുറേ നേരം ഉരുട്ടിക്കൊണ്ട് നടക്കും. അതിനകത്ത് പാട്ടൊക്കെ വെച്ചുകൊണ്ട് അവൾ ഇരിക്കും കേട്ടോ. പിന്നെ കുറേ നേരം അതുങ്ങളോടൊക്കെ കളിക്കും. കുറച്ച് നേരമേ ഉള്ളൂ അതുങ്ങളുടെ കൂടെ കളിക്കുന്നത്. അത് ഫുള്ള് കുറച്ച് കഴിയുമ്പോൾ തട്ടി താഴെ ഇടും. പിന്നെ വെച്ച് പിടിക്കുന്ന അക്വേറിയത്തിനകത്ത് കൈയിടാൻ വേണ്ടിയാണ്. ഒന്ന് കണ്ണ് തെറ്റിയാൽ വലിഞ്ഞ് കയറും, അക്വേറിയത്തിനകത്ത് കൈയിടും. പിന്നെ രാത്രിയിലും ഉച്ചക്കത്തെ ചോറും പരിപ്പും ചീരത്തോരനുമായിരുന്നു. രാത്രി ഞാൻ നോൺ വെജ് കൊടുക്കത്തില്ല കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ദിവസത്തെ അവളുടെ ഫുഡ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.